എന്തായാലും വി ദിൽകുമാർ അങ്ങനെ പറഞ്ഞല്ലേ ആഷ്മിയുടെ ഒരു പോയിന്റ് എനിക്ക് ഞാൻ ഇതിൽ പിക്ക് ചെയ്തത് ഇതിൽ വേവ് ഉണ്ട് എന്നാണ് ആഷ്മി കാണുന്നത്. ഞാൻ പറഞ്ഞത് വേവ് ഉണ്ട്, ഒരു തരംഗമുണ്ട് ഇതില് എനിക്കിപ്പോ രണ്ടുപേരോടും പറയാനുള്ളത് അത് നമ്മുടെ കേരളത്തിന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചുള്ള ഈ പോളിംഗ് ശതമാനം കൂടുന്നതോ കുറയുന്നതോ ഒന്നും മുന്നണികളുടെ വിജയ പരാജയങ്ങളെ ബാധിച്ചിട്ടില്ല എന്നതാണ്. 57-ലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തി. അന്ന് അറിയാമല്ലോ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിലെത്തിയത്. പിന്നീട് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 1987 അല്ല 1987-ലാണ്. 1987-ൽ 85.72. അന്ന് കോൺഗ്രസും PSPയും കൂടെ ചേർന്നുള്ള മന്ത്രിസഭയായിരുന്നു. 1960 ഈ 57 വിമോചന സമരം, 59 അതൊക്കെ കഴിഞ്ഞ് സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നൊരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു. അന്നാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. പിന്നീട് 80% കൂടുതൽ പിന്നീട് വന്നിട്ടുള്ളത് 87-ലാണ്. 87-ല് അന്ന് 80.54 ആയിരുന്നു. അന്ന് LDF ആണ് ജയിച്ചത്. അന്ന് LDF-ൽ കേരള കോൺഗ്രസ് ഇല്ല, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇല്ല. അങ്ങനെ ഒരു സാമുദായിക പാർട്ടികളുടെയും പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അത്തരം പാർട്ടികളുടെ ഒന്നും സഹായമില്ലാതെ LDF ജയിച്ച വർഷമായിരുന്നു. അതുകൊണ്ട് ഈ പോളിംഗ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് ഒറ്റ കാര്യം, സാധാരണ ദിലീപ് പറഞ്ഞ പോയിന്റ് സാധാരണ പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് UDF-ന് ഗുണം ചെയ്യും എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. പക്ഷേ അത് സംഭവിച്ചില്ല. അത് മാത്രമല്ല സംഭവിച്ചില്ല. ഞാൻ തരംഗം എന്ന് പറഞ്ഞത് UDF അനുകൂല തരംഗം ഉദ്ദേശിച്ചില്ലേ, ഒന്നുകിൽ ഭരണമാറ്റ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗം എന്ന് പറഞ്ഞാൽ ജനം തീരുമാനിച്ചുറപ്പിച്ചത് രണ്ടിലൊന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ജനം തീരുമാനിച്ചുറപ്പിച്ചതാണ്. മെയ് 4 നിങ്ങൾ എല്ലാവരും ഞെട്ടുമെന്നും പറയുന്നത്. ത്തിലേറെ പോളിംഗ് ഉണ്ടായിട്ടുള്ളത് 9 തവണയാണ്. അതിൽ 4 തവണ കോൺഗ്രസ് മുന്നണിയും ബാക്കി 5 തവണ LDF-ഉമാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകളുമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോ LDF ആ നിലയിലാണ്. അതായത് അങ്ങനെ നമ്മൾക്കൊരു ജയപരാജയം അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. ഇത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് നമുക്ക് ഈ കണക്കിൽ ഇതോടൊപ്പം ഒന്ന് ഉൾപ്പെടുത്താവുന്ന മാത്രമേ ഉള്ളൂ. ഏതായാലും വോട്ടർമാർ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ, ഹാഷ്മി പറഞ്ഞതുപോലെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ഈ അത്രയും ഉയർന്ന ശതമാനം പോലും വന്നത് ഈ 9 ലക്ഷത്തിലേറെ പേരാണ് പിന്നീട് ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അപ്പോൾ അവരെ കുറച്ചുകൊണ്ടുള്ള ഇത്തവണ ഈ വോട്ട് ചെയ്യാൻ എത്തിയത് അത്രയും നേരത്തെയുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 2 ലക്ഷം പേരേ ഉള്ളൂ ദിലീപ്. ശതമാനത്തെ 2,71,42,952 വോട്ടർമാരുണ്ട്. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.